ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ ഓടുക, അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊന്നും നമ്മൾ ഡയറക്ഷൻ മാറ്റിയതിൻ്റെ കൂടി വീണിട്ടൊന്നുമില്ല, പെട്ടെന്ന് മുട്ടിൻ്റെ അകത്തുനിന്ന് പ്ലപ്പ് ഒരു സൗണ്ട് വന്നു, ഒരു പൊട്ടുന്ന സൗണ്ട്, പോപ്പിംഗ് സൗണ്ട്. ഒരു മെജോറിറ്റി കേസുകളിലും അതൊരു ACL റപ്ചറോ ടയറോ സംഭവിച്ചതാവാം. ACLന് ഇഞ്ചറി പറ്റുക, അത്രയും അർത്ഥമുള്ളൂ. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ACL പൊട്ടി, ലിഗമെൻറ്റ് പൊട്ടി എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുട്ട് മുന്നിലേക്കും ബാക്കിലേക്കും തെറ്റാനുള്ള സാധ്യത, അതാണ് ആദ്യം കാണുന്ന ലക്ഷണം. അതായത് പേഷ്യൻ്റ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് പറയുന്നത്. പെയിനൊക്കെ ഉണ്ടാവും, അത് നമ്മൾ കുറേ ഒന്ന് റെസ്റ്റ് എടുത്ത് തന്നെ കുറയാവുന്നുള്ളൂ. പെയിനേക്കാളും നമ്മുടെ അടുത്ത് വരുന്ന പല പേഷ്യൻസിനും സ്റ്റെപ്പ് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് പറയാം. അപ്പോൾ ഈ പോപ്പിംഗ് സൗണ്ട് അത് റെഡ് ഫ്ലാഗ് സൈനാണ്. ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ, ഈ ഇഞ്ചുറി പറ്റി 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ കാലിൽ നീര് വയ്ക്കുന്നത് റെഡ് ഫ്ലാഗ് സൈനാണ്. നിർബന്ധമായിട്ടും നമ്മൾ MRI എടുത്ത് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ച് നമ്മൾ ഒരു കെയറും കൊടുക്കാതെ നടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. പോട്ടെ, അത് ലിഗമെൻ്റ് അല്ലേ, കുഴപ്പമില്ല, എനിക്ക് വേദന അഡ്ജസ്റ്റ് ചെയ്യാം, വേദന വല്ലാതില്ല, അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ കാർട്ടിലേജിൻ്റെ ഡാമേജും ഫർദർ ഇതിൻ്റെ ഉള്ളിലുള്ള മെനിസ്കസിൻ്റെ ഡാമേജും സംഭവിക്കും. നമ്മൾ തന്നെ ഒരു മോർ ദാൻ 50% പേഷ്യൻസിന് ചിലപ്പോൾ സർജറി സജസ്റ്റ് ചെയ്യാറില്ല ACL ലിഗമെൻ്റ് പോയിട്ടെങ്കിൽ. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ആ പേഷ്യൻറ്റിന് നമ്മൾ പ്രോപ്പർ കെയറോ പ്രോപ്പർ അഡ്വൈസോ കൊടുത്തു കഴിഞ്ഞാൽ, സ്ട്രെങ്തനിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറി ഇല്ലാതെ ജോയിൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്, പക്ഷേ നമുക്ക് പലപ്പോഴും പറ്റാറുണ്ട്. അതുകൊണ്ട് എല്ലാ കേസിനും സർജറി ആവശ്യമില്ല. സർജറി ആവശ്യമില്ലാത്ത കേസിനെ നമ്മൾ വേണ്ട ശ്രദ്ധ കൊടുക്കാതെ സർജറിയിലേക്ക് എത്തിക്കാതെ നോക്കുക. പോപ്പ് സൗണ്ട് കേട്ടോ നീര് വെച്ചോ ഡെഫിനറ്റായിട്ടും ഡോക്ടറെ കാണാം.